ലണ്ടനിലെ സായിപ്പ് ലക്ഷദ്വീപിൽ വന്നുണ്ടാക്കിയതാണ് ഈ കൂറ്റൻ ലൈറ്റ് ഹൗസ്. അതും 140 വർഷങ്ങൾക്ക് മുമ്പ്. അതെ ഗൈസ്, ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസ് ആണ് മിനിക്കോയ് ദ്വീപിലെ ലൈറ്റ് ഹൗസ്. 162 അടി ഉയരമുള്ള ഈ ലൈറ്റ് ഹൗസ് 1885 സ്ഥാപിക്കപ്പെട്ടത്. ഏഡനിൽ നിന്നും കൊളംബിയയിലേക്കും സുവേസിൽ നിന്നും സിംഗപ്പൂരിലേക്കുമുള്ള പ്രധാന സമുദ്രപാതയായ 8 ഡിഗ്രി ചാനലിലൂടെ കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാനാണ് ഈ ലൈറ്റ് ഹൗസ് നിർമ്മിച്ചത്. 18-ാം നൂറ്റാണ്ടിൽ ഒരുപാട് കപ്പൽ അപകടങ്ങൾ വെളിച്ചക്കുറവിനെ ചൊല്ലി ഈ ദ്വീപിന്റെ അടുത്തുണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ലൈറ്റ് ഹൗസ് നിലവിൽ വന്നത്. ലണ്ടനിലെ സായിപ്പ് ജെയിംസ് ഡഗ്ലസ് എന്ന ഈ സായിപ്പാണ് ഈ ലൈറ്റ് ഹൗസിന്റെ രൂപകൽപ്പകൻ. 1883 പണി തുടങ്ങിയ ഈ ലൈറ്റ് ഹൗസിന്റെ നിർമ്മാണത്തിന് ലണ്ടനിൽ നിന്നും ഇറക്കുമതി ചെയ്ത കളിമണ്ണാണ് യൂസ് ചെയ്തത്. ഈ കാണുന്ന ബ്രിക്സിലെ ഇതാണ് സംഭവം കാണാൻ സിമ്പിൾ ആണെങ്കിലും നല്ല വെയിറ്റ് ആണ്. ഹെവി സ്റ്റൈലിലുള്ള വാതിലുകളാണ് ഇതിലുള്ളത്. ഇത് ഒറിജിനൽ ബ്രാസിന്റെ ഇത് കണ്ടില്ല, ഇതൊക്കെ ഇരുമ്പാണ്, ഇരുമ്പിന്റെ സ്റ്റെപ്പാണ്. ഇതിലൊരു മാറ്റവും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ബാക്കിയുള്ള കവരത്തി ലൈറ്റ് ഹൗസിലൊക്കെ ഞാൻ കണ്ടത് കോൺക്രീറ്റ് സ്റ്റെപ്പാണ്. പക്ഷെ ഇങ്ങനെ പോകും, ഏകദേശം 214 സ്റ്റെപ്പുകൾ ഇതുപോലെ പോകണം. ഓരോ ഫ്ലോർ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഓരോ പ്ലാറ്റ്ഫോം ഇതുപോലെ ഉണ്ടാവും. 1885 കാലഘട്ടത്തിൽ ഈ ഇരുമ്പൊക്കെ ഇതുപോലെ എങ്ങനെയാണ് വളച്ചൊടിച്ചത് എന്നുള്ളത്, അതും 162 അടി വരെ സെറ്റാക്കിയത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നിക്കുന്ന കാര്യം തന്നെയാണ്. ഇതെല്ലാം പമ്പാണ്, ഇതൊരു പമ്പാണ്, പഴയ പമ്പാണ്. ലൈറ്റ് ഹൗസ് ലൈറ്റിങ്ങിന് ആദ്യകാലത്ത് ഉപയോഗിച്ച മെഷീൻ മുതൽ, അതായത് കെറോസിൻ വിക്ക് ലാമ്പുകളുടെ അവശിഷ്ടവും കെറോസിൻ ക്യാനും പിന്നീട് വന്ന പെട്രോളിയം വേപ്പർ ബേണറും ഒക്കെ അതിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ ഈ ലൈറ്റ് ഹൗസിൽ ഇപ്പോൾ ഉള്ളതായിട്ട് കാണാം. ഡ്യൂട്ടിക്കാർ എവറി 2 hours ഇവിടെ നിന്ന് എടുത്ത് ഫില്ല് ചെയ്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം കെറോസിൻ സ്റ്റോറേജ് സ്പിരിറ്റിലോട്ട് കൺവേർട്ട് ആയിരുന്നു. തീ ഫ്ലൈം വരും, ലൈറ്റ് വേണ്ട ഇവിടെ നമ്മ മാക്സ് പോലെ ഇവിടെ ഫ്ലൈം ചുറ്റും ഒരു ലെൻസ് ഉണ്ടാവും. ഇത് കെറോസിൻ ലോഡിനകത്ത് ഇവിടെ തീ ഇനോളുള്ളത്, അതാണ് ലൈറ്റ്. ഇത് ഇപ്പൊ വന്നിട്ട് ഇലക്ട്രിക് പെട്രോളിയം വേപ്പർ ഫസ്റ്റ് 95 to 2003 ഇത് മറ്റേ 95ലാണ് ഇലക്ട്രിക്കിലോട്ട് കൺവേർട്ട് ആയത്. ഫിലമെന്റ് ഉള്ളതല്ലേ, ഫിലമെന്റ് ഉള്ളത്. ഹലോജൻ ലൈറ്റ് ഹൗസിന്റെ താഴെ ഇറങ്ങി വന്നതിനാൽ ലൈറ്റ് ഹൗസിന്റെ തൊട്ടടുത്തായിട്ട് നമ്മളുടെ അന്നത്തെ സായിപ്പ് താമസിച്ചിരുന്ന കോട്ടേഴ്സും കാണാം. അപ്പോൾ ലക്ഷദ്വീപിലെ ഏറ്റവും പഴയതും ഏറ്റവും ഉയരം കൂടിയതുമായിട്ടുള്ള ലൈറ്റ് ഹൗസ് കാണണമെങ്കിൽ മിനിക്കോയ് ദ്വീപിലേക്ക് വന്നോളൂ കേട്ടോ.